നമസ്കാരം. കേരളത്തിൽ ഓട്ടോണമസ് പദവിയുള്ള പ്രമുഖ കോളേജുകളിൽ ഒന്നാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. കോതമംഗലം രൂപതയുടെ കീഴിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം. കോളേജിന് സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നതിന് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് തടസ്സമില്ല എന്നിരിക്കെയാണ് കോളേജിൽ തന്നെ നിസ്കരിക്കണം എന്ന പിടിവാശിയുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്ത് വന്നത്. സംഭവത്തിൽ തന്റെ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് PC ജോർജ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വളരെ സമാധാനപരമായ അന്തരീക്ഷം നടക്കുന്ന വിദ്യാലയത്തെ കലാപ മേഖലയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടന ശ്രമിക്കുന്നത് വളരെ വേദനാജനകവും പ്രതിഷേധാർഹമാണ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ സംഭവം എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അവിടെ നിസ്കരിക്കാൻ സൗകര്യം പ്രത്യേകം വേണമെന്നാണ് പറഞ്ഞത്. ആ നിർമ്മല കോളേജിന് ചുറ്റുമായി 3 ഒന്നാന്തരം മോസ്കുകൾ, മുസ്ലിം ദേവാലയങ്ങളുണ്ട്. അവിടെ പോയാൽ പറയാം, ഇവിടെ കോളേജിനകത്ത് വേണം. നമ്മൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു വർഗീയതയും പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം നേതൃത്വമുള്ള എത്രയോ കോളേജുകൾ ഈ കേരള സംസ്ഥാനത്തുണ്ട്. മൂവാറ്റുപുഴ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എവിടെയെങ്കിലും കത്തോലിക്കനോ ഹൈന്ദവനോ പ്രാർത്ഥിക്കാൻ കുരിശുപള്ളിയോ ക്ഷേത്രമൊന്നും ഒരു കോളേജിലും സ്കൂളിലും ഇല്ലല്ലോ. പിന്നെ എന്താണ് ഇവരുടെ ഈ കടന്നുകയറ്റത്തിന് കാരണം? ഇത് പാകിസ്ഥാനാണ് ഇന്ത്യ നമ്മുടെ രാജ്യമല്ല, പാകിസ്ഥാനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന വിഘടനവാദികൾ കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയത്തിന് വിരുദ്ധമായി കുറേയേറെ ആളുകളുണ്ട് എന്നതുകൊണ്ട് ഒരു റൗഡിസത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് വലിയ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത്. ഇത് അവസാനിപ്പിക്കാൻ മുസ്ലിം മത നേതൃത്വം തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ സമാധാനപരമായ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കപ്പെടുന്നതിൽ എനിക്ക് സംശയമില്ല. ഒരു കാരണവശാലും കേരളത്തിലെ ഹൈന്ദവ സ്കൂളുകളിലോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ ക്രൈസ്തവ വിദ്യാലയങ്ങളിലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകമായി ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയില്ല. അതിന് യോജിക്കാനും കഴിയില്ല. അതിന് നീക്കങ്ങൾ വളരെ മോശമാണ് എന്ന് അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്ലാസ് മുറിയിൽ നിസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഓഫീസിനുള്ളിൽ തന്നെ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ച സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസ് രംഗത്തെത്തിയിരുന്നു. MSF SFI വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രിൻസിപ്പൽ പ്രതികരിച്ചു. നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഒരു മതവിഭാഗത്തിന് മാത്രമായി അങ്ങനെ ഒരിടം നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളെത്തി പ്രതിഷേധിച്ചത്. ഫാദർ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസ് പറഞ്ഞു. അതേസമയം ക്ലാസ് മുറിയിൽ നിസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഓഫീസിൽ തടഞ്ഞുവെച്ച സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കാസ രംഗത്തെത്തിയിരുന്നു. തോന്നുന്നിടത്തൊക്കെ നിസ്കരിക്കാൻ ഇത് പാകിസ്ഥാനല്ല എന്നും സ്ഥാപനം പൂട്ടേണ്ടി വന്നാലും നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കരുതെന്നും കാസ പറയുകയും ചെയ്തു.